മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ ചില ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ അവരെ ഈശോ എപ്പോൾ വിളിച്ചോ അപ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അത് ഉപേക്ഷിച്ച് അവർ കർത്താവിന്റെ പിന്നാലെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വിളിയുടെ മാനദണ്ഡം ഉപേക്ഷയാണ്. വിളിച്ചനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ കൂടെ കൂട്ടിയത്. അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ആശീർവദിക്കുന്നതിന് വേണ്ടി. അവരനുഗ്രഹമാകണം, അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. അവർ അനുഗ്രഹം ഏറ്റുവാങ്ങണം, അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് ഈശോനാഥൻ അവരെ വിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും ഈശോ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മളൊക്കെ അനുഗ്രഹം ഏറ്റുവാങ്ങാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനുമാണ്. വിളിയുടെ മാനദണ്ഡം ഉപേക്ഷയാണ്. നീ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണോ? നിന്റെ ജീവിതത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കണോ? നീ മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന്റെ കാരണമായി തീരണോ? നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാവണം. നിന്റെ ജീവിതത്തിൽ നിനക്കിഷ്ടമുള്ളതെല്ലാം, നിന്റെ ആഗ്രഹങ്ങളെയെല്ലാം, നിന്റെ സൗകര്യങ്ങളെയെല്ലാം നീ ഉപേക്ഷിക്കാൻ തയ്യാറായി നീ ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ, ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ, ദൈവേഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറ്റാൻ, ദൈവം നൽകുന്ന സൗകര്യങ്ങളെ മാത്രം സ്വീകരിക്കാൻ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മാത്രം ഏറ്റുവാങ്ങാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ ജീവിത വഴികളിൽ ഓരോ നിമിഷം അനുഗ്രഹം നിനക്ക് ലഭിക്കണോ? നിന്റെ കുടുംബം നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ സമൂഹം നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടണോ? നീ ചിലതൊക്കെ ഉപേക്ഷിക്കണം. നിന്റെ സമയം, നീ ലോകത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന നിന്റെ സമയം, ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് നീ ചെലവഴിക്കുന്നതിന്റെ സമയം ഉപേക്ഷിച്ച് ആ സമയം ദൈവത്തിന് ചെലവഴിക്കാൻ നീ തയ്യാറാവണം. പ്രാർത്ഥനയിലേക്ക് വരണം. ആ സമയം വചനവായനയിലേക്ക് വരണം. ദൈവീക കാര്യങ്ങൾക്കായിട്ട് നീ ലോകത്തിന് വേണ്ടി മാറ്റുന്ന സമയം മാറ്റാൻ തയ്യാറായാൽ അവിടെ ഉപേക്ഷയുണ്ട്. നിന്റെ സുഖങ്ങള്, നിനക്ക് ഒരുപക്ഷെ നിന്റെ ജോലിക്ക് ശേഷം, അധ്വാനങ്ങൾക്ക് ശേഷം നിന്റെ സുഖത്തിനായിട്ട്, നിന്റെ റെസ്റ്റിനായിട്ട് ചില സമയം കിട്ടുമായിരിക്കും. ആ സമയം നീ ദൈവത്തിനൊന്ന് മാറ്റിക്കേ, പ്രാർത്ഥനയ്ക്കൊന്ന് മാറ്റിക്കേ. ക്ഷീണം ഉണ്ടായിരിക്കാം, നീ അതൊന്ന് മാറ്റിക്കേ. അവിടെ ഒരു ഉപേക്ഷയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാല് ഉറപ്പ് നിന്റെ ജീവിതത്തിൽ പ്രതിഫലം ലഭിച്ചിരിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ കുടുംബവും നിന്റെ സമൂഹവും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. നിന്റെ ജീവിതത്തെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും നിന്റെ അധ്വാനങ്ങളെയും കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, എന്നിവർ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളൊക്കെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധിച്ചു കൊടുക്കണമേ. തക്ക സമയത്ത് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മയായത് മുഴുവനും, ആപത്തുകളും അപകടങ്ങളും മാറിപ്പോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.